ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൂൾബറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിടിലൻ കറിയുടെ റെസിപ്പി മാറ്റാണ് കേട്ടോ. ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുക്കർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പായസപ്പരിപ്പ് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 കിഴങ്ങും കൂടി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ഉണ്ടാവും കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമ്മുടെ കിഴങ്ങും പരിപ്പും വേവുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുക. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ ചേർക്കുന്നത്. എല്ലാം കൂടി നല്ലതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ വെച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കറിക്ക് വേണ്ടി ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 സ്പൂൺ കഷ്കശ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കഷ്കശ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ പെരിഞ്ചീരകം, നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടി നല്ല മിക്സ് ആക്കിയിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ലേശം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടുക, അതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ് ഒക്കെ ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവാള നല്ല പേസ്റ്റായി വരുമെന്ന് വേണ്ട കേട്ടോ, ഒന്നുകൊണ്ട് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും സവാളയൊക്കെ ഒന്നുകൊണ്ട് വഴണ്ട് കിട്ടണം. ലേശം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി നല്ല ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ തക്കാളി സവാളയൊക്കെ നല്ല വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയിലുള്ള പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക. മിക്സി കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കൂടുമൊന്നുമില്ല കേട്ടോ, നമ്മൾ പരിപ്പൊക്കെ ചേർക്കാനുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുമൊന്നുമില്ല. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുക. നമ്മുടെ തേങ്ങയിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കിഴങ്ങും പരിപ്പും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ കണ്ടോ നല്ല ഒന്നുകൊണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കിഴങ്ങും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ എത്ര വെള്ളം ചോദിച്ചാലും വെള്ളം കൂടി പോവില്ല കേട്ടോ. നമ്മൾ കിഴങ്ങും പരിപ്പൊക്കെ കറിയിൽ മിക്സ് ആവും തോറും കട്ടി കൂടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്ര കറി ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഇപ്പം തന്നെ കൂട്ടി കൊടുക്കുക. അപ്പോഴാണത് നല്ല തിക്കായി വരാതിരിക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നല്ല ലൂസായിട്ടാണ് കൊടുത്തത്, പക്ഷെ എന്നാലും നമ്മുടെ കറി വെന്ത് തിളച്ച് വരുമ്പോഴേക്കും ഒന്നുകൂടി കുറുകി കിട്ടും. നല്ല കുറുകി വന്നിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് ലേശം മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്നുകൊണ്ട് തിളയ്ക്കുന്നവർ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് തിളച്ചതിന് ശേഷം കറി ഇറക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ സാമ്പാറൊക്കെ അല്ലേ ചേർക്കാറ്, എപ്പോഴും ഉണ്ടാക്കി കഴിക്കാറ്. പക്ഷേ ഈ ഒരു കറി ഉണ്ടല്ലോ അത് മാറി നിൽക്കും കേട്ടോ. നമ്മൾ സാമ്പാറും ഈ ചമ്മന്തിയൊന്നും ചേർക്കാതെ ഈ ഒരു കറി ഉണ്ടാക്കിയാൽ പിന്നെ നമ്മളെപ്പോഴും ഈ കറി ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.